ബിഗ് ബോസ് മലയാളം സീസൺ 6 ആകെ മൊത്തം പ്രാന്ത് പിടിച്ച് പേടിച്ച് വിറച്ച് റിലേ പോയാണ് ഇപ്പൊ ജാസ്മിൻ ജാഫർ നിൽക്കുന്നത്. ഇത്തിരി നേരം മുന്നേ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ ആകെ ഇപ്പോൾ ഈദിന്റെ ആഘോഷങ്ങളാണ്. നമുക്കറിയാം ജാസ്മിനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ സങ്കടത്തോടു കൂടിയാണ് പുള്ളി നിൽക്കുന്നത്. ദെൻ അതിനുശേഷം ഓരോരുത്തരുടെ വീട്ടുകാരുടെയും ഈദ് ആശംസകൾ കണ്ടസ്റ്റൻസിനെ അറിയിക്കുന്ന ഒരു വീഡിയോ, ആ ഒരു പ്രൊമോ വീഡിയോയുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ നോറയുടെയും അതുപോലെ തന്നെ അൻസിബയുടെയൊക്കെ വീട്ടിൽ നിന്ന് അച്ഛനമ്മമാരും അല്ലെങ്കിൽ ബ്രദേഴ്സൊക്കെ ആയിട്ട് ഓരോ വിഷസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ അച്ഛനും അമ്മയും വന്നു നിന്ന് ഈ പറഞ്ഞ പോലെ എൻ്റെ മകൾക്കും അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലെ മറ്റു കണ്ടസ്റ്റൻസുകൾക്കും ഈദാശംസകൾ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി. ദെൻ വളരെ സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ പേടിയോട് കൂടിയാണ് ജാസ്മിൻ ആ ഒരു അച്ഛൻ്റെ അമ്മയുടെയും വീഡിയോ കണ്ടത്. ദെൻ അച്ഛനും അമ്മയും ഒട്ടും സന്തോഷമല്ല, അവരുടെ മുഖത്ത് എന്തോ ഒരു പുച്ഛം പോലെയൊക്കെ തോന്നുന്ന ഒരു ഫീലിലാണ്. അച്ഛനും അമ്മയും എന്തായാലും ഒരു വീഡിയോ അഴക്കണമല്ലോ എന്നുള്ള രീതിയിൽ അഴച്ചതുപോലെ ജാസ്മിൻ അത് കണ്ട് മനസ്സിലാവുകയും ചെയ്തു. ഫേസ് ആകെ മാറി പേടിച്ചുകൊണ്ടാണ് ആ ഒരു വീഡിയോ കണ്ടത്. ഇപ്പോ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും, ജാസ്മിൻ ആകെ മൊത്തം റിലേ തെറ്റി നടക്കുകയായിരുന്നു. ഒന്ന് ഡോക്ടറിനെയൊക്കെ പോയി കണ്ടിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒട്ടും പറ്റുന്നില്ല, പുള്ളി മെന്റലി ഫിസിക്കലി വീക്കായി പോയി. ഒന്നാമത്തെ കാര്യം, വൈൽഡ് കാർഡ് വന്നത് നമ്മുടെ സായി കൃഷ്ണ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. അഫ്സലിന്റെ വോയിസ് ലീക്കായതും അതുപോലെ തന്നെ ജാസ്മിന്റെ അച്ഛന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായതും അങ്ങനെയുള്ള എൻറ്റയർ കാര്യങ്ങൾ സായി കൃഷ്ണൻ ഇരുന്നങ്ങാട് പറഞ്ഞു കൊടുത്തു. അപ്പൊ തന്നെ പുള്ളിക്കാരത്തിന്റെ പകുതി റിലേ അങ്ങാട് പോയി. ദെൻ അതും കൂടി കഴിഞ്ഞ് ഈദായിട്ടും അല്ലാതെ പുള്ളിക്ക് അവിടെ ഉപയോഗിക്കാനായിട്ടുള്ള, ജാസ്മിന് ബിഗ് ബോസ് ഹൗസിൽ ഉപയോഗിക്കാനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അപ്പൊ ആകെ പേടിച്ചിതായി. ഈ ഡ്രസ്സ് വരാത്തത് ഇനി ഞാനിവിടെ ആകെ പ്രശ്നമുണ്ടാക്കിയിട്ട് അച്ഛനും അമ്മയും എന്നെ ഇത്തരത്തിൽ ഒഴിവാക്കിയോ എന്നുള്ള രീതിയിൽ, എനിക്കിനി പുറത്ത് ആരുമില്ലേ എന്നുള്ള രീതിയിലൊക്കെ പുള്ളിയുടെ ഉള്ളിലൊരു ചിന്ത വന്നതുപോലെ. പിന്നെ പൊട്ടിക്കരയുന്നു, ഗബ്രിയുടെ അടുത്ത് കരയുന്നു. ദെൻ അതിനുശേഷം ഓരോ ബിഗ് ബോസ് ഹൗസിൽ ഓരോ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇന്നലത്തെ ടാസ്കിന്റെ ഇടയിൽ ജാസ്മിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പൊ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും വിളിച്ചിരുത്തിക്കൊണ്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ജാസ്മിൻ പറയുന്നത് കേൾക്കാനായിട്ട് ആരും റെഡി ആയില്ല. പക്ഷെ ആ ഒരു സമയത്ത് ജാസ്മിൻ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത്, ഇത് ഞാൻ വിളിച്ച മീറ്റിംഗ് ആണ്, അവിടെ ഇരിക്കും എന്നൊക്കെ പറയുമ്പോഴും കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ പവർ ടീം അപ്സരയൊക്കെ എനിക്ക് വന്നു, എല്ലാവരും അവിടെ ഇരിക്കും, മിണ്ടാതിരിക്കും, ക്യാപ്റ്റനോടെ പോയിരിക്കും, ഇത് ഇനി പവർ ടീമിന്റെ സമയമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും ഒതുങ്ങി ക്യാപ്റ്റനായ ജാസ്മിനും അവിടെ പോയിരിക്കേണ്ടി വന്നു. ജാസ്മിൻ തന്നെ ഉണ്ടാക്കിയ പവർ ടീം ജാസ്മിന് തന്നെ എതിരായപ്പോൾ ആകെ മൊത്തം ശോകമൂകമായി. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിയ ജാസ്മിന്റെ പുറകെ സമാധാനിപ്പിക്കാനായിട്ട് ഗബ്രി ചേട്ടൻ പോലും ഉണ്ടായിരുന്നില്ല. ആകെ മൊത്തം ഒരു ബ്ലാങ്ക് ആയ ഒരു അവസ്ഥയായിരുന്നു ജാസ്മിൻ ജാഫറിന് ബിഗ് ബോസ് ഹൗസിൽ. ദെൻ അതിനുശേഷം ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ഒരു കത്തും കാര്യങ്ങളൊക്കെ ജാസ്മിന് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം സ്റ്റോർ റൂമിൽ ബാറ്ററി മാറ്റാനാണെന്ന് തോന്നുന്നു, അതിന് കയറി നിന്ന സമയത്ത് ഒരു കത്തൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നീട് അതുപോലെ തന്നെ ആരും കാണാതെ അത് സേഫ് ആയിട്ട് വെക്കുന്നുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ചിലപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും വരാത്തതായിരിക്കാം. ഒരുപാട് റിവ്യൂവേഴ്സ് പറയുന്നത് അഫ്സലിന്റെ വോയിസ് ലീക്ക് ആയതും പിന്നെ പാരൻസിന്റെ ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് തന്നെ അറിയിച്ചതാണെന്നാണ്. അത്തരത്തിൽ ചെയ്യാനായിട്ടുള്ള സാധ്യതകളില്ല. പുറത്തെ കാര്യങ്ങൾ ബിഗ് ബോസ് ആയിട്ട് ഒരിക്കലും ജാസ്മിനെ അറിയിക്കില്ല. ഈ പറഞ്ഞ പോലെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരാത്തതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ എന്തെങ്കിലും, അല്ലാതെ പുറത്തെ കാര്യങ്ങൾ ഒരിക്കലും ബിഗ് ബോസ് ആയിട്ട് ജാസ്മിനെ അറിയിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആകെ മൊത്തം പണി പാളിയിരിക്കുകയാണ്. ഗെയിമും മോശമാണ് ഈ പറഞ്ഞ 2 ദിവസമായിട്ട്. കാരണം ഗെയിം കളിക്കാനായിട്ട് നല്ലൊരു ഓപ്പൺ മൈൻഡ് വേണം, നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു മൈൻഡ് വേണം അതിന്. പക്ഷേ ജാസ്മിന്റെ കാര്യത്തിൽ പോയി കിടക്കുകയാണ്. ചാർജ് ഇല്ലാത്തൊരു ഫോൺ പോലെയാണ് ഇപ്പൊ ജാസ്മിൻ. എന്തൊക്കെയായാലും ശരിയാവുമെന്ന് നോക്കാം. പക്ഷെ നമ്മളെ ചാർജ് കയറ്റി കൊടുക്കുന്ന ഗബ്രി ചേട്ടൻ പോലും പല സമയങ്ങളിലും ജാസ്മിന്റെ കൂടെ ഇല്ല. ഈ ഒരു സമയത്ത് ജാസ്മിൻ കുറെ സമയങ്ങളിൽ ഗബ്രി ഒഴിവാക്കുന്നുണ്ട്. കാരണം പുറത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, പുറത്ത് എനിക്ക് ആരുമില്ല എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിന് ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ പോയി കിടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കാണിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയാലും വലിയ കുഴപ്പമില്ല എന്നുള്ള സെറ്റപ്പിലാണ് ഇപ്പോൾ. എന്തായാലും നമുക്ക് നോക്കാം. മറ്റുള്ള ഇതിന് മുന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ജാസ്മിൻ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വരേണ്ട ഒരു ഗെയിമറിന്റെ ലക്ഷണങ്ങളാണത്. ഇപ്പൊ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരല്ലേ. അപ്പൊ എന്തൊക്കെയായാലും ജാസ്മിൻ അത് പറ്റുന്നുണ്ടായിരുന്നു. മറ്റുള്ള ഇതിന് മുന്നേ ഇതുപോലെ സംഭവിച്ച സമയങ്ങളിൽ. ഇപ്പോൾ അങ്ങനെ നടക്കണമെന്നില്ല. കാരണം പുറത്തെ കാര്യങ്ങൾ ആലോചിച്ച് അടപടലം നമുക്കറിയാലോ. ഒന്നും പറയുന്നില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6
പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്